നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടും കുറ്റവാളി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. വധശിക്ഷ റദ്ദാക്കിയത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച്. കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് റജികുമാർ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കണം. റീൽസ് വിവാദത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതിയുമായി KPCC മീഡിയ പാനലിസ്റ്റ് ടെമ്പിൾ പോലീസിനെ സമീപിച്ചു. റീൽസ് ചിത്രീകരിച്ചത് വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ. ലഹരി കേസുകളിൽ സ്ഥിരം പിടിയിലാകുന്ന അണ്ണലൂർ ഗുരുതിപ്പാല സ്വദേശിയെ PIT NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലിലാക്കി. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ പിടിക്കപ്പെടുന്നവർക്കെതിരെ ഇതേ നിയമപ്രകാരം തടവ് ഉറപ്പാക്കുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 3 കോടി ചെലവിൽ പുതിയ കെട്ടിടമുയരുക. പഴയ മത്സ്യ മാർക്കറ്റിനു സമീപം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് മെയ് ആദ്യവാരം നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. വാർത്തകൾ വിശദമായി. ആമയൂർ കൂട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട റജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് വധശിക്ഷ റദ്ദാക്കിയത്. അതേസമയം കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് റജികുമാർ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2008 പട്ടാമ്പി ആമയൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഭാര്യ ലിസിയെയും മക്കളായ 12 വയസ്സുള്ള അമലു, 10 വയസ്സുള്ള അമൽ, 8 വയസ്സുള്ള അമല്യ, 3 വയസ്സുള്ള അമന്യ എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ഘട്ടം ഘട്ടമായാണ് പ്രതി കൃത്യം നടത്തിയിരുന്നത്. കൊലപാതക ശേഷം മൃതദേഹങ്ങൾ സെപ്റ്റിക് ടാങ്കിലും സമീപത്തുള്ള പറമ്പിലും വീടിനുള്ളിലും ഒളിപ്പിക്കുകയായിരുന്നു. ഭാര്യയെയും മക്കളെയും 3 ഘട്ടമായി കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. കൊലപാതകത്തിനു മുമ്പ് മൂത്ത മകൾ അമലുവിനെ പ്രതി ബലാത്സംഗം ചെയ്തതായും പോലീസ് കണ്ടെത്തിയിരുന്നു. 2009 പാലക്കാട് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ 2014 ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. 2023 വധശിക്ഷയ്ക്കെതിരെ പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് വധശിക്ഷ സ്റ്റേ ചെയ്തു. പിന്നീട് തുടർവാദങ്ങൾക്ക് ശേഷം ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ച് വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു. പ്രതിയുടെ 16 വർഷമായുള്ള നല്ല നടപ്പ് പരിഗണിച്ചാണ് സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കിയത്. പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങളിൽ ചുമത്തിയിരുന്ന ജീവപര്യന്തം ശിക്ഷ നിലനിൽക്കും. 2008 ജൂലൈ 8 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലാണ് 5 പേരുടെയും കൊലപാതകം റജികുമാർ നടത്തിയത്. ജൂലൈ 8 ഭാര്യ ലിസിയെ കൊലപ്പെടുത്തിയത്. അമന്യയെയും അമലിനെയും ജൂലൈ 13 കൊലപ്പെടുത്തി. അമലുവിനെയും അമല്യയെയും ജൂലൈ 23 പ്രതി കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി. KPCC മീഡിയ പാനലിസ്റ്റും ഹൈക്കോടതി അഭിഭാഷകനുമായ VR അനൂപാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിനെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് റീൽസായി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. നേരത്തെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് VR അനൂപ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരിശോധിക്കട്ടെ എന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ. മയക്കുമരുന്ന് ചില്ലറ വിൽപ്പനക്കാരനായ അണ്ണലൂർ ഗുരുതിപ്പാല സ്വദേശിയെ PIT NDPS നിയമപ്രകാരം 1 വർഷം തടങ്കലിലാക്കി. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനും ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുമുള്ള നിയമമാണ് PIT NDPS. പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്
സബ്സ്റ്റൻസ് എന്നാണ് നിയമത്തിൻ്റെ പൂർണ്ണ പേര്. തടങ്കൽ ഉത്തരവും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അണ്ണല്ലൂർ ഗുരുതിപ്പാല സ്വദേശിയായ കോട്ടുകര വീട്ടിൽ 35 വയസ്സുള്ള വിശാലിനെതിരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വന്നിരുന്ന വിശാലിനെ നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി 11:15 തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. വിശാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും മറ്റും ജില്ലയിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ്. 2015 മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 85 പൊതി കഞ്ചാവ് കടത്തിയതിനുള്ള കേസും 2022 വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തിയതിനുള്ള കേസും 2024 വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 73 ഗ്രാം മെത്താഫെറ്റാമിനും 3.533 കിലോഗ്രാം കഞ്ചാവും 0.3 ഗ്രാം ഹാഷിഷ് ഓയിലും കടത്തിയതിനുള്ള കേസുകളുമുണ്ട്. കൂടാതെ മാള, ചാലക്കുടി, കൊടകര എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, വീട് കയറി ആക്രമണം, അടിപിടി തുടങ്ങി 27 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിശാൽ. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിട്ടുള്ള കുറ്റവാളി കൂടിയാണ് വിശാൽ. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഖ്, അഖിലേഷ് എന്നിവർ PIT NDPS പ്രകാരമുള്ള നടപടികൾ ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. തൃശൂർ ജില്ലയിൽ 2025 PIT NDPS പ്രകാരം കരുതൽ തടങ്കലിൽ ആക്കുന്ന ആദ്യത്തെയാളാണ് വിശാൽ. തുടർന്നും കൂടുതൽ പേർക്കെതിരെ ഈ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു. വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്നും മെയ് ആദ്യവാരം നിർമ്മാണം ആരംഭിക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമുണ്ടായാൽ ഷൊർണൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് വാഹനങ്ങളെത്തേണ്ട സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പല പ്രതിസന്ധികൾക്കും ഇത് കാരണമാവുകയും ചെയ്തു. മുഹമ്മദ് മൂസിൻ പട്ടാമ്പി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഫയർ സ്റ്റേഷൻ. MLAയുടെ പ്രത്യേക ആവശ്യപ്രകാരം 2022-2023 ബജറ്റിൽ 3 കോടി രൂപ സർക്കാർ ഇതിനായി വകയിരുത്തുകയും ചെയ്തു. സ്വന്തമായി സ്ഥലം കിട്ടാത്തതിനാൽ കൽപ്പക സ്ട്രീറ്റിന് സമീപം വാടക കെട്ടിടത്തിൽ നേരത്തെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ കോടല്ലൂരിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം. പട്ടാമ്പി നഗരസഭയുടെ അധീനതയിലുള്ള പഴയ മത്സ്യമാർക്കറ്റിലാണ് ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവിടെ മികച്ച രീതിയിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മെയ് മാസം ആരംഭത്തിൽ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്താൻ കഴിയുമെന്നും MLA അറിയിച്ചു. അത് പൂർത്തീകരിച്ചു. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സ്വന്തമായിട്ടുള്ള കെട്ടിടം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും 3 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. പട്ടാമ്പിയിൽ സ്വന്തമായ ഫയർ സ്റ്റേഷനും അതോടൊപ്പം ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടവും എന്നുള്ള സ്വപ്നം പൂവണിയാൻ പോകുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കോങ്ങാട് സംഘടിപ്പിച്ചു. INTUC ജില്ലാ ഉപാധ്യക്ഷൻ P മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നും നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഗിരിജാദേവി, VN കൃഷ്ണൻ, CN ശിവദാസൻ, PK മുഹമ്മദ് അലി, B ഉഷകുമാരി, MP ശോഭന, KN താജിറാണി, P ദേവ, ജാനകി എന്നിവർ സംസാരിച്ചു. പക്ഷെ 2 ടിക്ക് മാർക്കൊക്കെ ഉണ്ട്. എന്താ ടിക്ക് മാർക്ക് അറിയോ?
പെൻഷൻ അയച്ചിട്ടില്ല. അടച്ച പൈസയിൽ ചെറിയൊരു ബോണസുമായി 10,000 റുപ്യ അയച്ചിട്ടുള്ളൂ. ബാക്കി 6,000 ചില്ലാനും ഉറുപ്പിക അവിടെ പെൻഡിങ് ആണ്. നമ്മൾ സമരം ചെയ്തു, കൂട്ടായി സമരം ചെയ്തു, ഒറ്റക്കെട്ടക്ക് സമരം ചെയ്തു, ഈ പെൻഷൻകാർക്ക് വേണ്ടി സമരം ചെയ്തു. പക്ഷെ സർക്കാർ പറഞ്ഞ എന്താ അറിയോ? ഈ പെൻഷൻകാരുടെ മസ്റ്ററി അത് വലിയൊരു അപകടപ്പതിയുണ്ട് കേട്ടോ. നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെൻറ്റ് കോൺഫറൻസ് ഏപ്രിൽ 22-ന് ഒലവക്കോട് നടക്കും. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നതെന്ന് പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് SMA ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മദ്രസ നിർമ്മാണത്തിനും നിലവിലെ മദ്രസകളുടെ നവീകരണത്തിനും SMA ധനസഹായം നൽകി വരുന്നുണ്ട്. മദ്രസ അധ്യാപകർക്ക് പ്രതിമാസം 12,000 രൂപ വീതം പെൻഷനും നൽകുന്നുണ്ട്. ജില്ലയിലെ 400-ലധികം വരുന്ന മദ്രസകളിൽ നിന്നായി 5,000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കും. ജില്ലയിലെ മദ്രസ കമ്മിറ്റികളിൽ 25 വർഷം സേവനം നടത്തിയവരെ കോൺഫറൻസിൽ ആദരിക്കുമെന്നും സിദ്ദിഖ് ഫൈസി പറഞ്ഞു. നമ്മൾ ഇതിനു വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് 2 മെമ്പർ, അങ്ങനെ 5 ആളാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1,500 കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു കോൺഫറൻസ് ആയിരിക്കും. ഒലവക്കോട് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന നാളെ കാലത്ത് 9:30 മണി മുതൽ 1 മണി വരെ ആ പരിപാടി നടക്കുകയാണ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 60 വയസ്സ് പ്രായം പൂർത്തിയായ മദ്രസ അധ്യാപകന്മാർക്ക് വർഷത്തിൽ 12,000 രൂപ തോതിൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസ നിർമ്മിക്കാനോ നിർമ്മിക്കപ്പെട്ട മദ്രസ വല്ല കേടുപാട് സംഭവിച്ചാലോ അതിനുവേണ്ടി നിർമ്മാണ സഹായങ്ങൾ അപേക്ഷക്കനുസരിച്ചുകൊണ്ട് SMA സ്റ്റേറ്റ് കമ്മിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി അലിയാർ മാസ്റ്റർ, അബ്ദുൽ നാസർ, അബ്ബാസ് സഖാഫി, കബീർ വെണ്ണക്കര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി കീഴത്തൂർ ALP സ്കൂളിൽ കുഴൽമന്ദം ഏരിയ ബാലസംഘത്തിൻ്റെ വേനൽ തുമ്പി പരിശീലന ക്യാമ്പ് തുടങ്ങി. ഗായിക അഞ്ജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA സന്ദർശിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. CPIM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ, PP സുമോദ് MLA, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, ലളിത B മേനോൻ, R ലത, K പത്മാവതി, TP വിനോദ്, TR മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ കൺവീനർ വിഘ്നേഷ് സ്വാഗതവും കോർഡിനേറ്റർ റിൻസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിളംബര യാത്ര സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. മെയ് 1 നടക്കുന്ന അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് വിളംബര യാത്ര സംഘടിപ്പിച്ചത്. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരിജ മണികണ്ഠൻ, A അനീഷ്, K സുഭാഷ്, വായനശാല പ്രസിഡന്റ് R റിൻസി, സെക്രട്ടറി അജേഷ്, ലൈബ്രറിയൻ V ചിത്ര, മുതിർന്ന അംഗങ്ങളായ MK വേലായുധൻ, P പൊന്നൻ, വായനശാല അംഗങ്ങളായ S സെറീന, ബാലവേദി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പുളിനെല്ലി, കോട്ടായി, മേജർ റോഡ്, മാത്തൂർ, ചുങ്കമന്തം, പല്ലഞ്ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ ബൈക്ക് റാലി പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരോട് ചാത്തൻകണ്ടാർക്കാവ് താലപ്പൊലി വർണ്ണാഭമായി. ചുനങ്ങാട്, വരോട്, വാടാനാംകുറിശി ദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ചാത്തൻകണ്ടാർക്കാവ് തട്ടകം. മേലേക്കാവിൻ്റെ മുറ്റത്ത് പൂതൻ തിറകൾ കളം നിറഞ്ഞതോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് സോപാന സംഗീതവും പാണ്ടിമേളവും പ്രസാദവൂട്ടുമുണ്ടായി. വൈകിട്ട് വാദ്യമണ്ഡപത്തിൽ കുനിശ്ശേരി അനിയന്മാരാർ, നല്ലേപ്പള്ളി അനിയന്മാരാർ, മായന്നൂർ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം നടന്നു. പൂതൻ തിറകളും ഇണക്കാളകളും ആവേശപൂരത്തിന് മാറ്റുകൂട്ടി. രാത്രി നാഗസ്വര കച്ചേരി, വെടിക്കെട്ട്, തായമ്പക, തൃത്തായമ്പക എന്നിവയുണ്ടായി. പുലർച്ചെ 1:30 താലമെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ 6 വെളിച്ചപ്പാടിൻ്റെ നൃത്തം, കാളകൾക്ക് അരിയേറ എന്നിവയോടെ കൊടിയിറങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും.
പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടും കുറ്റവാളി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. വധശിക്ഷ റദ്ദാക്കിയത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച്. കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് റജികുമാർ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കണം. റീൽസ് വിവാദത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതിയുമായി KPCC മീഡിയ പാനലിസ്റ്റ് ടെമ്പിൾ പോലീസിനെ സമീപിച്ചു. റീൽസ് ചിത്രീകരിച്ചത് വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ. ലഹരി കേസുകളിൽ സ്ഥിരം പിടിയിലാകുന്ന അന്നല്ലൂർ ഗുരുതിപ്പാല സ്വദേശിയെ PIT NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലിലാക്കി. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ പിടിക്കപ്പെടുന്നവർക്കെതിരെ ഇതേ നിയമപ്രകാരം തടവ് ഉറപ്പാക്കുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 3 കോടി ചെലവിൽ പുതിയ കെട്ടിടമുയരുക പഴയ മത്സ്യ മാർക്കറ്റിനു സമീപം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത്. മെയ് ആദ്യവാരം നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.